തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുരയിലുണ്ടായ ഭീകരമായ സ്ഫോടനത്തിന് പിന്നാലെ ദുരന്തസ്ഥലത്തു നിന്നും ശരീരഭാഗങ്ങൾ കണ്ടെത്തി. വെടിക്കെട്ട് നിർമ്മാണ കേന്ദ്രത്തിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാറിയാണ് 2 ശരീരഭാഗങ്ങൾ നാട്ടുകാർ കണ്ടെത്തിയത്. സ്ഫോടനത്തിന്റെ തീവ്രതയിൽ ദൂരേക്ക് തെറിച്ചുപോയ അവശിഷ്ടങ്ങൾ തെരുവ് നായ്ക്കൾ കടിച്ചുലച്ച നിലയിലായിരുന്നു. ഇത് ഈ സംഭവത്തിന്റെ ആഴവും ഭീകരതയും വർദ്ധിപ്പിക്കുന്നു. ഏപ്രിൽ 21 നടന്ന സ്ഫോടനത്തിന് ദിവസങ്ങൾക്ക് ശേഷവും ഇത്തരത്തിൽ ശരീരഭാഗങ്ങൾ കണ്ടെത്തുന്നത് വലിയ ഞെട്ടലാണ് പ്രദേശവാസികൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്നലെയും നിരവധി ശരീരഭാഗങ്ങൾ മേഖലയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. നിലവിൽ മരണസംഖ്യ 14 ഉയർന്നിട്ടുണ്ട്. മൃതദേഹങ്ങൾ പൂർണ്ണ രൂപത്തിൽ ലഭിക്കാത്തതിനാൽ അവശിഷ്ടങ്ങൾ ശേഖരിച്ച് DNA പരിശോധനയിലൂടെ തിരിച്ചറിയാനുള്ള ശ്രമത്തിലാണ് അധികൃതർ. മുണ്ടത്തിക്കോട് സ്ഫോടനം നടന്ന് ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രദേശത്ത് നിന്ന് മനുഷ്യ ശരീരഭാഗങ്ങൾ കണ്ടെത്തുന്നത് തുടരുകയാണ്. ഇന്ന് അതീവ ദയനീയവും ഭീകരവുമായ ദൃശ്യങ്ങളാണ് പ്രദേശത്ത് നിന്നും പുറത്തു വരുന്നത്. വെടിക്കെട്ട് നിർമ്മാണ കേന്ദ്രത്തിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാറിയാണ് ഇന്ന് 2 ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത്. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ ശരീരഭാഗങ്ങൾ ഇത്രയും ദൂരേക്ക് തെറിച്ചു പോയത് സ്ഫോടനത്തിന്റെ തീവ്രത എത്രത്തോളമാണെന്ന് വ്യക്തമാക്കുന്നു. കണ്ടെത്തിയ അവശിഷ്ടങ്ങൾ തെരുവുനായ്ക്കൾ ഭക്ഷിക്കാനായി കൊണ്ടുപോയ നിലയിലായിരുന്നു. എല്ലിന്റെ ഭാഗങ്ങളും മാംസാവശിഷ്ടങ്ങളുമാണ് ഇത്തരത്തിൽ കണ്ടെത്തിയത്. തെരുവുനായ ശരീരഭാഗങ്ങൾ ഭക്ഷിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത് നാട്ടുകാരെയും ബന്ധുക്കളെയും ഒരുപോലെ നടുക്കിയിട്ടുണ്ട്. ജനവാസ മേഖലയ്ക്ക് സമീപം അവശിഷ്ടങ്ങൾ കണ്ട നാട്ടുകാർ ഉടൻ തന്നെ വിവരം പോലീസിൽ അറിയിക്കുകയും ശരീരഭാഗങ്ങൾ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുകയും ചെയ്തു. ശേഖരിച്ച ഈ അവശിഷ്ടങ്ങൾ DNA പരിശോധനയ്ക്കായി ലാബിലേക്ക് അയക്കും. മൃതദേഹങ്ങൾ പൂർണ്ണരൂപത്തിൽ ലഭിക്കാത്ത സാഹചര്യത്തിൽ ഇത്തരം ഭാഗങ്ങൾ ശാസ്ത്രീയമായി പരിശോധിച്ച് ആരുടേതാണെന്ന് ഉറപ്പുവരുത്താനുള്ള നീക്കത്തിലാണ് അധികൃതർ. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ ശരീരഭാഗങ്ങൾ ദൂരേക്ക് ചിന്നിച്ചിതറിയ സാഹചര്യത്തിൽ ശാസ്ത്രീയമായ രീതിയിലുള്ള തിരച്ചിലാണ് പോലീസ് പ്രദേശത്ത് നടത്തിവരുന്നത്. മൃതദേഹങ്ങൾ കണ്ടെത്താൻ പ്രത്യേക പരിശീലനം ലഭിച്ച 3 കഡാവർ നായ്ക്കളെയാണ് തിരച്ചിലിനായി ഉപയോഗിക്കുന്നത്. ഇവയുടെ സഹായത്തോടെ മണ്ണ് മാറ്റിയും കുറ്റിക്കാട്ടുകൾക്കിടയിലും വിശദമായ പരിശോധന തുടരുന്നു. കൂടാതെ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്താൻ വൈദഗ്ധ്യമുള്ള 2 നായ്ക്കളെയും സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദുരന്ത സ്ഥലത്ത് നിന്ന് ഏകദേശം 200 മീറ്റർ അകലെ കുറ്റിക്കാട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം ലഭിച്ച തലയുടെ ഭാഗങ്ങൾ തിരുവമ്പാടി ദേവസ്വം കമ്മിറ്റി അംഗമായ ഗിരീഷിന്റേതാണെന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. സ്ഫോടന സമയത്ത് ഇദ്ദേഹം വെടിക്കെട്ടുപുരയ്ക്ക് സമീപം ഉണ്ടായിരുന്നു. തിരച്ചിലിനിടെ തകർന്നുപോയ 10ഓളം മൊബൈൽ ഫോണുകളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇവയുടെ ഉടമസ്ഥരെ കണ്ടെത്തുന്നതിലൂടെ ദുരന്ത സമയത്ത് അവിടെ ഉണ്ടായിരുന്നവരെ കുറിച്ച് കൂടുതൽ വ്യക്തത ലഭിക്കുമെന്നാണ് പോലീസ് കരുതുന്നത്. സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്ന് 1 കിലോമീറ്ററിലധികം ദൂരപരിധിയിലുള്ള പറമ്പുകളിലും പുരയിടങ്ങളിലും പോലീസ് പരിശോധന വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇനിയും ശരീരഭാഗങ്ങൾ കണ്ടെത്താനുണ്ടെന്ന നിഗമനത്തിലാണ് ഈ നടപടി. അപകടം നടന്ന ദിവസങ്ങൾ പിന്നിടുമ്പോഴും മരണസംഖ്യ ഉയരുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ഏപ്രിൽ 21 സ്ഫോടനത്തിൽ 13 പേർ സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടിരുന്നു. എന്നാൽ വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്ന പ്രവീൺ കൂടി അന്തരിച്ചതോടെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ച മരണസംഖ്യ 14 ഉയർന്നു. സ്ഫോടനത്തിന് കാരണമായ വെടിക്കെട്ടുപുരയുടെ ലൈസൻസിയായ സതീശിന്റെ ആരോഗ്യനില ഇപ്പോഴും അതീവ ഗുരുതരമായി തുടരുകയാണ്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ഇദ്ദേഹമുള്ളത്. സതീശിനൊപ്പം സ്ഫോടനത്തിൽ പരിക്കേറ്റ വിഷ്ണു, ഉണ്ണികൃഷ്ണൻ, രാകേഷ് എന്നിവരും അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇതിൽ വിഷ്ണുവിന്റെ നിലയിൽ നേരിയ പുരോഗതി ഉണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചു. സ്ഫോടനത്തിൽ പരിക്കേറ്റ മറ്റ് 6 പേരുടെയും നില തൃപ്തികരമാണ്. ഇവരെ തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്നും വാർഡുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരെ നാളെയോ മറ്റന്നാളോ ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കുമെന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കുന്നത്. കേരളം കണ്ട ഏറ്റവും ഭീകരമായ വെടിക്കെട്ട് അപകടങ്ങളിൽ ഒന്നായി മുണ്ടത്തിക്കോട് ദുരന്തം മാറുകയാണ്. സ്ഫോടനം നടന്ന് ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇത്രയധികം ദൂരേക്ക് ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറി കിടക്കുന്നത് സ്ഫോടനത്തിന്റെ പ്രഹരശേഷി എത്രത്തോളമായിരുന്നു എന്നതിന്റെ തെളിവാണ്. മൃതദേഹങ്ങൾ പൂർണ്ണരൂപത്തിൽ ലഭിക്കാത്തതും ശരീരഭാഗങ്ങൾ ചിതറിപ്പോയതും മരിച്ചവരെ തിരിച്ചറിയുന്നതിന് വലിയ തടസ്സമാകുന്നുണ്ട്. ഗിരീഷിന്റെ മൃതദേഹം തിരിച്ചറിഞ്ഞതുപോലെ വരും ദിവസങ്ങളിൽ DNA പരിശോധനയിലൂടെ മാത്രമേ ബാക്കിയുള്ള അവശിഷ്ടങ്ങൾ ആരുടേതാണെന്ന് കൃത്യമായി സ്ഥിരീകരിക്കാൻ കഴിയൂ. മുണ്ടത്തിക്കോട് ഇന്നൊരു ശ്മശാനത്തിന് തുല്യമായ നിശബ്ദതയിലാണ്. ചിന്നിച്ചിതറിപ്പോയ ശരീരഭാഗങ്ങൾ ഓരോന്നായി പെറുക്കിയെടുക്കുമ്പോൾ ഇനിയൊരു പൂരക്കാലത്തും ഇങ്ങനെയൊരു ദുരന്തം ആവർത്തിക്കാതിരിക്കാനുള്ള കർശനമായ നടപടികളാണ് അധികൃതരിൽ നിന്നും നാട് പ്രതീക്ഷിക്കുന്നത്.